കഴിക്കാൻ വളരെ ടേസ്റ്റിയും ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ടൊമാറ്റോ പാസ്തൻ്റെ റെസിപ്പി നോക്കിയാലോ. പാസ്ത വേവിക്കുന്നതിനായിട്ട് ഒരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഓയിലും ചേർത്തിട്ട് തിളച്ച് വരുമ്പോൾ പാസ്ത ചേർത്ത് കൊടുക്കാം. വേവിച്ചതിന് ശേഷം പാസ്ത സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഒരു കൂട് വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു വലിയ ഒണിയനും കൂടി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടെടുക്കാം. റഫ്ലി ചോപ്പ് ചെയ്തെടുക്കാം. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ഒരു പോട്ടിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലും ചേർത്തിട്ട് ചോപ്പ് ചെയ്ത് ഗാർലിക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഗാർലിക് സോട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓണിയനും ക്യാപ്സിക്കവും ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഞാനിവിടെ 3 ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഒറിഗാനോ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് ഒന്നുകൂടി എല്ലാം മിക്സ് ചെയ്യാം. കുറച്ച് കെച്ചപ്പും സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. വീഡിയോയിൽ സോയാ സോസ് ചേർക്കുന്ന പാർട്ട് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, മിസ്സായി പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേവിച്ച പാസ്ത ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്ലൈസ്ഡ് ചീസാണ് വേണ്ടത്. ഇത് ചീസ് വേണമെന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ ചീസ് ആഡ് ചെയ്തിട്ടാണ് ഇഷ്ടമാവുക. അതുകൊണ്ട് കുറച്ച് ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.